ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ല, റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോകുക. അപ്പം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സമയത്ത് മേ ബി നിങ്ങളൊരു സെപ്പറേഷനിലോ ഒരു പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലോ ഒക്കെ ആയിരിക്കാം. എങ്കിലും ഈ ഒരു സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നത് തന്നെ അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറാണ് നിങ്ങൾ എന്നുള്ള ഒരു കാര്യമാണ്. അതായത് അവർക്കായിട്ട് ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്. അപ്പം ലൈഫിൽ അവർക്ക് നിങ്ങളുടെ അരികിൽ എത്തിച്ചേരാനായിട്ട് കഴിയാത്തതായിട്ടുള്ള ഒട്ടനവധി തടസ്സങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളിൽ പോലും ഒരു പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെയിറ്റിംഗ് എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം ഈ ഒരു വ്യക്തി, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാൻ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാനായിട്ട് എപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ടോട്ടൽ ഓവറോൾ എനർജി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫീൽ ആവുന്നത് ഇതാണ്. അപ്പൊ ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ അരികിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു കൈകോർത്ത് പിടിച്ച് മുന്നിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ സന്തോഷത്തോടു കൂടി പോകണം, അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നു, ആ ഒരു സ്നേഹബന്ധത്തെ ഈ വ്യക്തി കാണുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങളെ വിട്ടുമാറാൻ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് ഈ വ്യക്തി മാറിപ്പോകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നില്ല. പല പ്രാവശ്യവും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ പോലെ മറ്റൊരു വ്യക്തിയെ അവർക്ക് ആ ഒരു രീതിയിൽ കാണാൻ പോലും കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് അവര് നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ ആ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളോടുള്ള വികാരങ്ങൾ അത്രയും സ്ട്രോങ് ആണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങൾ ഒരാൾക്ക് കൂടുതലായിട്ട് ഒരു ഈഗോ ഉള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളതും ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം ഒന്നും ഈ ഒരു വ്യക്തിക്ക് നൽകാനായിട്ട് കഴിയുന്നില്ല. ആ വ്യക്തിക്ക് ആ ഒരു തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മനസ്സിലാകുന്നില്ല. ആ ഒരു വ്യക്തിയുടെ സ്വഭാവം ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്ന രീതിയിലായിരിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ശാന്തത വരുന്നു ദേഷ്യപ്പെട്ടതിന് ശേഷം. പലപ്പോഴും അവരുടെ ഒരു ക്യാരക്ടർ കൊണ്ട് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയാത്ത പോലുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർക്ക് അവരോട് അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തോടൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. ഇത് ശരിയായിട്ടുള്ളതാണോ, ഇത് ഓക്കെ ആയിട്ടുള്ളതാണോ എന്നൊക്കെ. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തിക്ക് അവരുടെ ഓരോ ദിവസവും നിങ്ങളില്ലാതെയുള്ള ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ഒരു വിഷമത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് ആ ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. അവരത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് അവരുടെ ആ ഒരു ഈ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയത്തിന്റെ ആ ഒരു ആഴം എത്രമാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രണയം ഇത്രയും ഒരു ഇന്റൻസ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തി റിയലൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു ഫീലിങ്സ് ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഇല്ല, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് വളരെ കുറവാണ്. എങ്കിൽ പോലും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഈ ചിന്തിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ അരികിലുള്ളതുപോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. ഒരു ചിലപ്പോൾ പലപ്പോഴും ഡ്രീംസിൽ നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു തീവ്രതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എപ്പോഴൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ആ ഒരു സമയത്തെല്ലാം നിങ്ങൾക്കും ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പലർക്കും ആ ഒരു എക്സ്പീരിയൻസസ് പല രീതിയിലായിരിക്കാം. ആ ഒരു വ്യക്തിയുടെ ഓർമ്മ, ആ ഒരു വ്യക്തി എപ്പോഴാണോ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിലുള്ള ഒരു സ്ട്രോങ് ഫീലിങ്സ് നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ
ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള വ്യക്തികൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം മാജിക്കലായിട്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡ് ആവും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തിയായിട്ട് തന്നെ എടുക്കുന്ന ഒരു സ്ട്രോങ് ഡിസിഷനിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ള നെഗറ്റീവ് സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വളരെയധികം ഈ വ്യക്തി ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വേർപാടിന്റെ വേദന എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലുള്ള, ഹൃദയത്തിൽ വാള് കയറ്റുന്ന പോലെയുള്ള വേദന ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. മേ ബി അവര് നിങ്ങളെ അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം നഷ്ടപ്പെടുത്തിയത്. ഇപ്പൊ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ പേരിലായിരിക്കും അവർ ഒരുപാട് ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നു, അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിഷമിക്കുന്നു. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്, അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കാരണം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, നിങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങളെ ഒരുപാട് തരത്തിൽ അവർ വേദനിപ്പിച്ചു എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ശരിയായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അത്രയും അവര് നിങ്ങളെ ഓർത്ത് കരയുന്നു, നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ ഒരുപാട് അവര് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് തന്നെ കിട്ടിയിരിക്കുന്നത് നമുക്ക് 8 ഓഫ് സോർട്സിന്റെ ഒരു എനർജിയാണ്. അതിവിടെ വ്യക്തമാണ്. ഒരു ബന്ധിക്കപ്പെട്ടതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. അതായത് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ അവർ നിങ്ങളെ ഈ കാണുന്നത് പോലെ ആകാനുള്ള ചാൻസ് ഉണ്ട്. വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നായിരിക്കാം മുന്നേ ഉണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിക്ക് ഫീൽ ആകുന്നത് ടോട്ടലി അവരിങ്ങനെ ഒരു ഡെഡ് ആയി പോയ ഒരു സിറ്റുവേഷനിലാണ്, അല്ലെ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുള്ള രീതിയാണ് അവർക്ക് ഫീൽ ആകുന്നത്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് പോകുന്നു എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുക. അതായത് അവർക്ക് മുന്നോട്ട് പോകാനോ അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനോ അവരുടെ സ്റ്റഡീസിലോ അല്ലെങ്കിൽ കരിയറിലോ ഒന്നും ഫോക്കസ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. എപ്പോഴും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്ന നിമിഷങ്ങളെ ഓർത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന പാസ്റ്റിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഓർത്ത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിരാശപ്പെടുകയാണ്. കാരണം ആ ഒരു സിറ്റുവേഷൻസ് ഇനിയും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്നൊക്കെ ഈ ഒരു വ്യക്തി വളരെയധികം ആലോചിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ഫീലിങ്സുകളാണ് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇത്, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി എപ്പോഴും ഏതൊരു സമയത്തും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. അവര് മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ അവരുണ്ട്, അതായത് അവരുടെ പ്രസൻസ് എപ്പോഴും നിങ്ങളിൽ ഉണ്ട്. നിങ്ങൾക്കത് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. മേ ബി ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഡീപ്പായിട്ടുള്ള, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ടാവും. അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ടൊക്കെ അവരുടെ ഹൃദയത്തിൽ അവർ നിങ്ങളെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ട് അവരുടെ ലൈഫിലുള്ള മറ്റെല്ലാ കാര്യങ്ങളെക്കാൾ നിങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നു. അപ്പൊ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതും ആ ഒരു രീതിയിലാണ്. അത് തന്നെയാണ് നമുക്ക് വീണ്ടും വരുന്ന കാർഡുകളെല്ലാം മനസ്സിലാവുന്നത്. ഡെഫിനറ്റ്ലി ഇത് പലർക്കും ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും എൻഡായി പോയി എന്ന് പോലും തോന്നുന്ന നിമിഷത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയായിരിക്കാം തോന്നുന്നത്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോരോ മൊമെന്റ്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു ലൈഫിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള, ആ പാസ്റ്റിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു പ്രീഷ്യസ് ഗിഫ്റ്റ് ആണ് നിങ്ങൾ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. അതാണ് നമുക്കിവിടെ മെയിനായിട്ടും കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഗോൾഡൻ കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 9, സെക്കൻഡ് സ്റ്റഡ് കിട്ടിയ വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1981 ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്പർ 50 48 hours എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്പർ 41 നമുക്ക് കിട്ടുന്നുണ്ട്.
അതുപോലെ മെസ്സി ഹെയർ സ്റ്റൈൽ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 1996, 1992, ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി. വീണ്ടും നമുക്ക് 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോടൊക്കെ ക്രേസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടെക് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 54 കിട്ടുന്നുണ്ട്. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1999 എന്ന് പറയുന്നൊരു വർഷം. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1977, നമ്പർ 24, 2023, 1979, number 36, letter H, letter J, number 22, follow new trend ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 42, നമ്പർ 49, നമ്പർ 52, 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് ലെറ്റർ ഇ ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് എടുത്ത് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ സോൾ മെസ്സേജസ് അങ്ങനെ എടുക്കാറില്ല. നമുക്ക് ഈ ഒരു റീഡിങ്ങിന് ഒരു സോൾ മെസ്സേജസ് കുറച്ച് എടുത്ത് നോക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഇതൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. Soul messages from your person. Soul messages from your person. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സോൾ മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീം ടുഗെദർ. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മളുടെ ഒരു ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. ഐ വിൽ കോൾ യു സൂൺ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോ കോൺടാക്റ്റിലോ സെപ്പറേഷനിലോ ഒക്കെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ എടുത്തുന്ന ഒരു കോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഐ വാണ്ട് ടു സീ യു, ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, അവർക്ക് നിങ്ങളെ കാണാൻ അവർ ആഗ്രഹിക്കുന്നത്, നമുക്കത് റീഡിങ്ങിൽ ഓൾറെഡി എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചാണ് അവരെപ്പോഴും ഡേയും നൈറ്റും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അത് തന്നെയാണ് വീണ്ടും ഇവിടെ സോൾ മെസ്സേജസിലൂടെ അവർ പറയുന്നത്. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, ഞാൻ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ് എൻ്റെ വാക്കുകൾ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള ആ വേർഡ്സ് ഒക്കെ തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അത് മോശമായി പോയി എന്നവർ ചിന്തിക്കുന്നു. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്നു, അവരാഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് തരാനായിട്ട്, ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫാസ്റ്റ്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങളെ കണ്ട ആ ഒരു ദിവസം ഇപ്പോഴും അവർ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു, ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് മൈറ്റ് നൗ. ഓക്കെ, ഈ ഒരു സമയത്ത് ഒരു ശൂന്യത, മൊത്തത്തിൽ അവർക്കൊരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. എംറ്റി ആണ്, ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായി പോയി. അതുപോലെ തന്നെ അവർ ഒത്തിരി ഹാർഡ് ലെസൺസ് ഒക്കെ ഈ ഒരു സമയത്ത്, ഈ ഒരു സെപ്പറേഷനിൽ അവർ പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് അവരുടെ നിങ്ങളെടുത്ത് പറയുന്നത്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. എനിക്ക് നിന്നോടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് ഒരു കണ്ടീഷനും ഇല്ലാത്ത അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമാണ് എനിക്ക് നിന്നോടുള്ളത് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സോൾ മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്.